ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തീവണ്ടിയിൽ ടിക്കറ്റ് പരിശോധകനെ യാത്രക്കാരിയായ യുവതി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യാത്രക്കാരും യുവതിക്കെതിരെ രംഗത്തെത്തി. സംഭവ സമയത്ത് തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന യുവാക്കളാണ് യുവതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് തീവണ്ടിയിലാണ് സംഭവം. ഒരു സ്ത്രീ പിടിച്ച് ടിടിആർ കയറി തല്ലിയടാ. ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയിട്ട് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നേരെ കാണുന്നതും ഒരു സ്ത്രീ ആദ്യം മോശമായിട്ട് ഇയാളെ തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ ഒഴിവാക്കി വിടാൻ നോക്കി, പക്ഷെ ഇയാൾ ചൂടായപ്പോ നേരെ കയറിയിട്ട് ഈ പെണ്ണ് ആളുടെ മുഖത്ത് ഒന്നാം കൊടുത്ത് ഞങ്ങൾ എന്നിട്ട് പ്രശ്നം പിടിച്ചേക്ക് ഇവിടെ ഡോറ് തുറന്ന് വെക്കുന്നുണ്ട്. രണ്ടാളും പോകേണ്ടിന് പുറത്തേക്ക്. എന്നിട്ട് ഞങ്ങൾ കയറി പിടിച്ചു വെച്ച് പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അത് സ്ത്രീക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആണുങ്ങളെ വെറുതെ കയറി അങ്ങ് തല്ലാന്നൊക്കെ വിചാരിച്ച വേറെ ഒന്നും നടക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ടിടിആർ ഭാഗത്തായിരുന്നു ട്രെയിൻ മുഴുവൻ ആൾക്കാർ, അതിന്റെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ടിടിആർ കൂടെ ആയിരുന്നു. കാരണം ടിടിആർ എടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. പുള്ളിക്കാരുടെ വായിന്ന് വന്ന് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാകുമ്പോൾ വിളിക്കുന്ന ചീത്ത ഇതുപോലെ വിളിക്കാറില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്നറിയോ, അവൾ ഏറ്റവും അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, പോലീസിനെ വിളിക്ക്, പുള്ളിക്കാരെ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞു, പോലീസിനെ വിളിക്ക്, ഞാൻ പറഞ്ഞോളാം എന്നെ കയറി പിടിച്ചു വന്നു. കാരണം ഈ പെൺകുട്ടികളുടെ ഏറ്റവും മെയിൻ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ സംഭവം അതാണ്. ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ കയറിയ യാത്രക്കാരി ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇത് ചെയ്യാൻ കഴിയില്ലെന്നറിയിച്ചതോടെ ടിക്കറ്റ് പരിശോധകൻ സുജിത്തിനെ യുവതി ആക്രമിക്കുകയായിരുന്നു. യുവതിയുടെ അക്രമത്തിൽ സുജിത്തിന്റെ മുഖത്തും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട്. അതേസമയം യുവതിയെ ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ അപമാനിച്ചെന്നും തലയിൽ പിടിച്ച് തള്ളിയതിനാൽ പരിക്കേറ്റെന്നും കൂറ്റനാട് പട്ടിത്തറ സ്വദേശിയായ യുവതിയും പരാതി നൽകിയിട്ടുണ്ട്. രണ്ടുപേരുടെ പരാതിയിലും കേസെടുത്ത ഷൊർണൂർ റെയിൽവേ പോലീസ് ഇത് സംഭവം നടന്ന കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറും. രണ്ടുപേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ജോലി തടസ്സപ്പെടുത്തിയ യാത്രക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ടിക്കറ്റ് പരിശോധകരുടെ സംഘടനയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.